തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കാൻ ശ്രമിച്ച സംഘത്തെ തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരന് നേരെ ആക്രമണം. സെൻട്രൽ തിയേറ്ററിന് മുന്നിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നഗരസഭാ ജീവനക്കാരനായ സുമേഷിനെ ആക്രമിച്ച സംഘം ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ചു. സുരേഷ് തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സുരേഷിനെ സന്ദർശിച്ച ശേഷം മേയർ വി രാജേഷ് പറഞ്ഞു. കോർപ്പറേഷന്റെ സമ്മതത്തോടെ, കോർപ്പറേഷന്റെ ലൈസൻസോടെ മാലിന്യം കൊണ്ടുപോയി ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന നിലവിലുള്ള ചില സംഘങ്ങളുണ്ട്, ചില സിസ്റ്റമുണ്ട്. അതിൽ പെടാത്ത അനധികൃത സംഘങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടെത്തി. അവരെ തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് കോർപ്പറേഷൻ ജീവനക്കാരനായിട്ടുള്ള സുരേഷിനെ ഉൾപ്പെടെ വെളുപ്പിന് 4 മണിക്ക് ഓട്ടോറിക്ഷയിൽ ഇടിച്ചിടുവാനും കൊലപ്പെടുത്തുവാനുള്ള പരിശ്രമം നടത്തിയത്. ഒരു പ്രതിയെയും വെറുതെ വിടാനോ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഭരണസമിതിയുടെ തീരുമാനമനുസരിച്ച്, ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡ്യൂട്ടിയുള്ള എല്ലാ ജീവനക്കാർക്കും കോർപ്പറേഷൻ ഭരണസമിതി പൂർണ്ണ സംരക്ഷണം നൽകും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും നിതിൻ മോഹൻ ചേരുന്നുണ്ട്. നിതിൻ, എന്തിനാണ് ഈ ജീവനക്കാരനെ ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചത്? നവമി, ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് സംഭവം ഉണ്ടായത്. കോർപ്പറേഷനിലെ തൊഴിലാളിയായ, ശുചീകരണ തൊഴിലാളിയായ സുരേഷിനെ ജോലി ചെയ്യുന്നതിനിടയിലാണ് അവർ ആദ്യം ഈ പറയുന്ന ഇല്ലീഗലായിട്ട് കുറച്ച് സംഘങ്ങൾ, മേയർ പറയുന്നത് പോലെ ഇല്ലീഗലായിട്ട് കുറച്ച് സംഘങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവർ ഈ പറയുന്ന കോർപ്പറേഷൻ അനുമതി ഇല്ലാതെ തന്നെ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അവർ അവർ അതിന് പൈസ കളക്ട് ചെയ്ത് അവർ ജീവിക്കുകയാണെന്നാണ് മേയർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത കുറച്ച് വ്യക്തികളെ തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന കോർപ്പറേഷൻ ജീവനക്കാരനായ സുരേഷിന് നേരെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ആദ്യം ഇവർ ഒരു തവണ ഈ വേസ്റ്റ് ഇടാൻ വന്ന സമയത്ത് സുരേഷ് തടഞ്ഞു. പിന്നെ വീണ്ടും അവർ വന്ന സമയത്താണ് ഓട്ടോ ഇടിപ്പിച്ച് തെറിപ്പിച്ചത് സുരേഷിനെ. പിന്നീട് സുരേഷിനെ ഈ പറയുന്ന തിരുവനന്തപുരം ഫോർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പുലർച്ചെ രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേക്കും തന്നെ മേയർ വി രാജേഷ് അദ്ദേഹത്തെ കാണാൻ ഹോസ്പിറ്റലിലോട്ടെത്തി. കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മേയർ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. കൗൺസിലർ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, കോർപ്പറേഷനകത്ത് ഇഷ്ടംപോലെ നിരവധി വിഷയങ്ങൾ ഉണ്ട്. ഇത് ഈ പറയുന്ന രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിലായാലും ഈ പറയുന്ന റോഡ് പണിയിലായാലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ എന്നിട്ടാണ് ഈ തിരുവനന്തപുരം നഗരസഭയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുന്നത്. നമ്മി നിതിൻ, അതോടൊപ്പം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ ഈ പരിക്കേറ്റ സുരേഷ്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചോ? മേയർ പറഞ്ഞ പ്രകാരം പോലീസ് അന്വേഷണം ആരംഭിച്ചുവെന്നും ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്നും, ആ ഓട്ടോയിൽ റിക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയുമെന്നും താമസിക്കാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പോലീസ് മേയറോട് അറിയിച്ചതെന്നാണ് മേയർ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. നവമി, ശരി, തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.